നമസ്കാരം. മഴ കനിയാതെ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലായിരുന്നു സംസ്ഥാനം. പക്ഷേ വൈകിയെത്തിയ മഴ ഒറ്റ രാത്രി കൊണ്ട് ദുരിതപ്പെയ്ത്തായി. പലയിടത്തും ഉരുൾപൊട്ടി. മലവെള്ളപ്പാച്ചിലിൽ കുരുന്നു ജീവനുകൾ ഉൾപ്പെടെ ഒലിച്ചുപോയി. ഇന്ന് പകൽ മഴയൊന്ന് ശമിച്ചുവെങ്കിലും വീണ്ടും മഴ ശക്തമാകുമെന്ന ആശങ്ക ഒഴിയുന്നില്ല. മഴക്കലിയിൽ നാശനഷ്ടം ഒരു വശത്ത്. മുൻകരുതലിന്റെ പരിമിതിയിൽ പ്രളയബാധിതർ നേരിടുന്ന ദുരിതവും തുടരുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഭരണകൂടം പരാജയം. ടോപ് 10 സമഗ്രമായി വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഇതുവരെ 8 മരണം, 8 പേരെ കാണാതായി. പത്തനംതിട്ടയിൽ ഇന്ന് രാത്രിയും മിന്നൽ പ്രളയ സാധ്യത. ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നു. പ്രളയ സാധ്യത സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ദുരിതമൊഴിയാതെ ഇടുക്കിയും കോട്ടയവും വടക്കൻ ജില്ലകളും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പലയിടത്തും അടിസ്ഥാന സൗകര്യമില്ലെന്ന് പരാതി. ദുരന്ത നിവാരണത്തിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് CPM. വിരുന്ന് സൽക്കാരത്തിലും ഹെലികോപ്റ്റർ യാത്രയിലും മുഖ്യമന്ത്രിയെ വിമർശിച്ച പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വടക്കേ ഇന്ത്യയിലും കാലവർഷം ശക്തം. ഛത്തീസ്ഗഡിൽ പ്രളയക്കെടുതി രൂക്ഷം. അസമിൽ പ്രളയത്തിൽ മരണം 82. ജന്തർ മന്ദിറിലെ CJP സമരത്തിൽ ഭീകരർ നുഴഞ്ഞു കയറാൻ പദ്ധതിയിട്ടെന്ന് പോലീസ്. അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് അനുകൂലി ഹമീം മണ്ഡലിൽ നിന്നും നിർണായക വിവരം ലഭിച്ചതായി ബംഗാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. 150 അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലെന്ന് വിവരം. വികസിത ഭാരതത്തിനായി ശാരീരിക മാനസിക ക്ഷമതയുള്ള യുവത്വം അനിവാര്യമെന്ന് നഷാമുക്തി യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. 10,000-ലേറെ കേന്ദ്രങ്ങളിൽ നിന്നും യുവാക്കൾ ഓൺലൈനായി പങ്കെടുത്തു. ചടങ്ങ് തത്സമയം വീക്ഷിച്ച് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ലഹരിക്കെതിരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയെ പിന്തുണയ്ക്കേണ്ടത് ഓരോ പൗരന്റെയും ധർമ്മമാണെന്നും അല്ലെങ്കിൽ ഒരു തലമുറ നശിക്കുന്നതിന് നമ്മൾ ഉത്തരവാദികളാണെന്നും അമ്മ. ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ചടങ്ങിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷയിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്കുണ്ടായത് ഗുരുതര വീഴ്ച. ഉത്തരവിറക്കിയത് വകുപ്പ് മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശം മറികടന്ന്. നാളെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. പഴയ സർക്കാരിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉദ്യോഗസ്ഥ സംവിധാനത്തിലുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ. പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നടപടിക്ക് CPM. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടേക്കും. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റിക്കും ധാരണ. നടപടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും തോൽവിയും അന്വേഷിച്ച പാർട്ടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കാവേരി പ്രശ്നത്തിൽ കർണാടകം തമിഴ്നാട് ബന്ധം കൂടുതൽ വഷളാകുന്നു. വെള്ളം പങ്കുവയ്ക്കൽ തർക്കത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് കർണാടക. കേന്ദ്ര സർക്കാരോ സുപ്രീം കോടതിയോ വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യം. മഴയില്ലെങ്കിൽ വെള്ളം നൽകുന്നത് നിർത്തുമെന്നും കർണാടക. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. സമാപന ചടങ്ങുകൾ രാത്രി 1:30 മുതൽ. ഇറാന് നേരെ നടത്താനിരുന്ന വ്യോമാക്രമണം റദ്ദാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിൽ ഏകദേശ ധാരണയായെന്നും വിശദീകരണം. ട്രംപുമായി സംസാരിച്ച സൗദി കിരീടാവകാശി. ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഹമാസ് വെടിനിർത്താൻ സമ്മതിച്ച ശേഷവും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം. സ്റ്റോറി ഓഫ് ദ ഡേ. കാര്യം പറയുന്ന കൗതുകം. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത ശമിക്കുന്നുണ്ടെങ്കിലും മലയോര മേഖലകളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്യാവശ്യമല്ലാത്ത രാത്രി യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രളയ സമാനമായ സാഹചര്യം നേരിട്ട പത്തനംതിട്ടയിൽ ഇന്ന് രാത്രി അതിതീവ്ര മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യത പറയുന്നു. ജില്ലയിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി
PC വിഷ്ണുനാഥ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രളയ സാധ്യത സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ആതിര രാധാകൃഷ്ണനുണ്ട്. ആതിര, ഈ സൂചിപ്പിച്ച പോലെ തന്നെ മഴക്കലിയിൽ കഴിഞ്ഞ ദിവസം റാന്നി ആറന്മുളയിലടക്കം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പല വീടുകളിലും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിലും സമാനമായ സ്ഥിതി വിശേഷമാണ്. ഇന്ന് രാത്രിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ ഈ പ്രളയ സമാനമായ സാഹചര്യ സാധ്യത പറയുമ്പോൾ എന്തൊക്കെ മുന്നറിയിപ്പാണ് ഭരണകൂടം ഇപ്പോൾ നൽകുന്നത്? ആതിര. അശ്വതി, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായിട്ടുള്ളൊരു രാത്രിയാണ്. കാരണം ഈ രാത്രിയിൽ അതീവ മഴ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതയാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നുള്ളതാണ്. ഈ പ്രളയ സാധ്യത മേഖലകളിൽ താമസിക്കുന്നവർ, അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയൊക്കെ തന്നെ നിലവിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ കാലാവസ്ഥാ വകുപ്പും സർക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾ ജില്ലയിലെ ആളുകൾ പാലിക്കണം എന്നുള്ളതാണ് ജില്ലയിലെ ചുമതല കൂടിയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചിരിക്കുന്നത്. ഈ MLA-മാരും അതുപോലെ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗം ഇന്ന് അവിടെ ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് മന്ത്രി ഏതായാലും ഇത്തരത്തിലൊരു കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെ നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ തന്നെ പല ജില്ലകളിലും ഇത്തരത്തിൽ പ്രളയ സാധ്യത നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കക്കയം ഡാമിന്റെ ഷട്ടറുകളൊക്കെ നിലവിൽ തുറന്നു കഴിഞ്ഞു. കുറ്റ്യാടി പുഴയിൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രധാനമായും പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങി ഇത്തരത്തിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതും മറ്റു ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കണമെന്ന നിർദ്ദേശവും നിലവിൽ സർക്കാർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയായി തന്നെ സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഈ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ള ഒരു വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ജില്ലകളിൽ അവലോകനം നടത്തുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായി തന്നെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുവാനുമുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ ഏതായാലും സർക്കാർ ഉള്ളത്. അതുപോലെ തന്നെ 10ഓളം ജില്ലകളിൽ നിലവിൽ അവധി നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ട്യൂഷൻ സെന്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ ഇത്തരത്തിൽ ക്ലാസുകൾ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അത് നിയമപരമായുള്ള നടപടികൾ ഉണ്ടാകുമെന്നും നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ അതീവ ജാഗ്രതയാണുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ രീതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണം. ഇന്നൊരു ദിവസം കൂടി അത്രയും ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ സംവിധാനങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. അതുതന്നെയാണ് ആതിര സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ടയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തുക. അതിതീവ്ര മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യത പറയുന്നുണ്ട്. ജില്ലയിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇതിനോടകം തന്നെ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പ്രളയ സാധ്യത സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമൊക്കെ പത്തനംതിട്ടയിൽ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളാണ് ആതിര രാധാകൃഷ്ണൻ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പകൽ ഇടവിട്ട് മാത്രമാണ് മഴ പെയ്തത്. മലയോര മേഖലകളിൽ നിന്നും ജലം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും പമ്പാ നദിയുടെ തീരപ്രദേശങ്ങളിൽ പ്രളയ ദുരിതം രൂക്ഷമായി തുടരുകയാണ്. ആറന്മുളയിലും അപ്പർ കുട്ടനാട്ടിലും അടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലെ മിക്ക പ്രദേശങ്ങളും നിലവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെ ഭക്ഷണവും വൈദ്യുതിയും ലഭിക്കുന്നില്ല എന്ന പരാതി ശക്തമാണ്. മഴക്കെടുതി ബാധിച്ച റാന്നിയിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. മലയോര മേഖലകളിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയജലം ദുരിതം വിതയ്ക്കുന്ന കാഴ്ചയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. ഇതോടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കെട്ടിക്കിടക്കുന്ന ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലം MLA പഴകുളം മധുവിൻ്റെ നേതൃത്വത്തിൽ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് അടക്കം ഇന്ന് ശുചീകരിച്ചു. എന്നാൽ മലയോരങ്ങളിൽ നിന്നൊഴുകിയെത്തിയ വെള്ളം പമ്പയുടെ തീരപ്രദേശങ്ങളായ ആറന്മുളയിലും അപ്പർ കുട്ടനാട്ടിലും പ്രളയജലമായി നിറഞ്ഞു നിൽക്കുകയാണ്. ആറന്മുളയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ പലയിടത്തും വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കുടിവെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. ഈ പ്രദേശങ്ങളിൽ അടിയന്തരമായി ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ പൂർണ്ണമായും മാറി നിന്നാൽ പോലും ആറന്മുളയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി മാറാൻ കുറഞ്ഞത് 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. ആറന്മുള മണ്ഡലത്തിൽ മാത്രം ഇതുവരെ 23 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1600ഓളം പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.
കോട്ടയം ജില്ലയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴുന്നതിനൊപ്പം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശനിയാഴ്ച രാത്രിയിലും കോട്ടയം ജില്ലയിൽ മഴ ശക്തമായിരുന്നെങ്കിലും പുലർച്ചെയോടെ മഴയുടെ ശക്തി കുറഞ്ഞു. മണിക്കൂറുകൾ തുടർച്ചയായി മഴ മാറി നിന്നതോടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീതിയും മാറി. ജില്ലയിലെ 28 വില്ലേജുകളെ മഴക്കെടുതികൾ രൂക്ഷമായി ബാധിച്ചു എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ റവന്യൂ വകുപ്പ് ശേഖരിച്ചു വരികയാണ്. അതേസമയം കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളുടെയും അയർക്കുന്നം, അർപ്പുകര, അയ്മനം, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകളുടെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. കോട്ടയം കുമരകം റോഡിൽ അടക്കം വെള്ളം കയറിയത് ഗതാഗതത്തിന് വെല്ലുവിളിയായി മാറി. അങ്ങോട്ട് വെള്ളം ഈ ആമ്പക്കുഴി റൗണ്ട് തീരുന്നിടം വരെ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ട് കുമരത്തെ ഭാഗത്തോട്ട് വലിയ വെള്ളം ഇല്ല, വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഇതിപ്പം പടിഞ്ഞാറ് അങ്ങോട്ടുള്ള മേഖല മുഴുവൻ വെള്ളത്തിലായി. പിന്നെ റോഡുകളിലുള്ള വെള്ളത്തിൻ്റെ കെട്ട് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്, വാഹനങ്ങളൊക്കെ. വെള്ളം കയറിയതിനെ തുടർന്ന് ഈ മേഖലയിൽ നിന്നും നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. ക്യാമ്പുകളിലേക്ക് മാറാതെ വെള്ളം കയറിയ വീടുകളിൽ തന്നെ കഴിയുന്നവരും നിരവധിയുണ്ട്. ഇവിടെ തന്നെ എല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് 2-3 ദിവസം കണ്ട് ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെയാണ്. നല്ല വെള്ളം വരുവാണെങ്കിൽ പോവും. ഞങ്ങളുടെ വീടുകളിനകത്തിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വെള്ളപ്പൊക്കത്തിന്റെ എണ്ണവും വ്യാപ്തിയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വേമ്പനാട്ട് കായലിന്റെയും ജില്ലയിലെ വിവിധ ആറുകളുടെയും ആഴം വർദ്ധിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഒന്ന്, മീനച്ചിലാറ്റിൽ യാതൊരുവിധ ഒരു 2-2.5 പതിറ്റാണ്ടായിട്ട് ചെളി അളിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒട്ടും ആഴം കൂട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, വേമ്പനാട് കായൽ ഡ്രഡ്ജ് ചെയ്തിട്ട് വർഷങ്ങളായി. ഒരു കാരണവശാലും അവിടെ ഡ്രഡ്ജ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു വേനൽക്കാലത്ത് വേമ്പനാട് കായൽ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് കാണാം, നിലം കാണാം. ആ ഒരവസ്ഥയാണ്. കോട്ടയം താലൂക്കിൽ മാത്രം 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താലൂക്കിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആളുകൾക്കുള്ള പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സർവീസ് മൈൻഡഡായിട്ട് നമുക്ക് നിൽക്കണം. കുട്ടികളും കുടുംബവും സ്ത്രീകളും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹമാണ് ഇവിടെ വരുന്നത്. അവർക്കൊരു വിഷമവും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടത് അവരെ പരിപാലിക്കാനിടയാവട്ടെ. ജില്ലയിൽ ആകെ 35 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 900ഓളം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഏതാനും മണിക്കൂറുകളായി മഴ മാറി നിൽക്കുമ്പോൾ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ ആശ്വാസത്തിന്റെ വെള്ളിവെളിച്ചം കണ്ടു തുടങ്ങി. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മാറ്റുകയാണ്. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിതുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കൂത്തുപറമ്പിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം മഞ്ചേരിയിൽ നീന്തുന്നതിനിടെ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. കണ്ണൂരിൽ കൂത്തുപറമ്പിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കലാശപ്പറമ്പത്ത് രാരിഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചന്ദനക്കാമ്പാറ ആനയടിപ്പാലവും ചെറുപുഴ മീൻതുള്ളിപ്പാലവും തകർന്നു. പയ്യന്നൂരിലും മാടായിലും വീടുകൾ തകർന്ന് 2 പേർക്ക് പരിക്കേറ്റു. പേരിയ നെടുമ്പൊയിൽ റോഡിൽ വീണ്ടും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലെ കല്ലും മണ്ണും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മലപ്പുറം ചെറുപുഴ കരകവിഞ്ഞതിനാൽ അങ്ങാടിപ്പുറം, പുഴക്കാട്ടിരി, മക്കരപ്പറമ്പ്, കുറുവ, കൂട്ടിലങ്ങാടി എന്നീ പഞ്ചായത്തുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. ബക്കിക്കയം റെഗുലേറ്ററിൽ ജലനിരപ്പ് പരമാവധി പിന്നിട്ടതിനാൽ വേങ്ങര, തെന്നല, ഒഴൂർ, ഊരകം, പറപ്പൂർ, എടരിക്കോട്, കണ്ണമംഗലം, AR നഗർ, ഒതുക്കുങ്ങൽ, പെരുമണ്ണ, ക്ലാരി, തിരൂരങ്ങാടി, കോട്ടക്കൽ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. താമരശ്ശേരി ചുരം 9ാം വളവിന് താഴെ ബൊലോറോ ജീപ്പ് താഴേക്ക് പതിച്ചു. യാത്രക്കാർ രക്ഷപ്പെട്ടു. കക്കയം ഡാമിന്റെ പരമാവധി സംഭരണശേഷി കഴിഞ്ഞതിനാൽ ഷട്ടറുകൾ തുറന്നു. കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് 4 വീടുകൾ ഭാഗികമായി തകർന്നു. കുറിഞ്ഞി, നെല്ലിക്കുന്ന്, പനത്തടി വില്ലേജ്, ഉജ്ജമ്പാടി, ദേലമ്പാടി വില്ലേജ്, പാട്ര വില്ലേജ്, ബയാർ വില്ലേജ് എന്നിവിടങ്ങളിലാണ് വീടുകൾ തകർന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്.
തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്നും രാവിലെ കണ്ടെടുത്തു. അപകടത്തിൽപ്പെട്ട ഷിജിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന 3 ബോട്ടുകളിലാണ് തിരച്ചിൽ തുടരുന്നത്. തിരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കുന്നു. അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ രാത്രി താൽക്കാലികമായി നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാവിലെ 7:30യോടെ തീരത്തടിഞ്ഞ നിലയിൽ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അപകടത്തിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്നാൽ തിരച്ചിലിന് മതിയായ സംവിധാനങ്ങളില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നിരന്തരമായിട്ട്, കാരണം ഇത് മുതലപ്പുഴി തുടങ്ങിയ കാലം മുതൽ 2003 തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ചുമ്മാ തുടർന്ന അപകടങ്ങളല്ലാതെ അതിനൊരു പരിഹാരം കാണുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പല മന്ത്രിമാർക്കടുത്തും പല ഉദ്യോഗസ്ഥന്മാർക്കടുത്തും നിരന്തരമായിട്ട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ബദലിൽ ഞങ്ങൾ അപേക്ഷകൾ കൊടുക്കുക, പരാതികൾ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെയും പ്രത്യേകിച്ച് മുതലപ്പുഴയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് മുതലപ്പുഴ. ശനിയാഴ്ച 9:30 ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. ആ സമയത്ത് പോലും ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം അവിടെ സംഭവിക്കില്ലായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് അപകടത്തിലായത്. വള്ളത്തിലുണ്ടായിരുന്ന ജോസ്, സ്മിത്ത് എന്നിവർ സുരക്ഷിതരായി രക്ഷപ്പെട്ടിരുന്നു. തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്നും ഷിജിൻ കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഷിജിനെ രക്ഷപ്പെടുത്താൻ ഫ്രീമോൻ കടലിലേക്ക് ചാടി. ഇവർ നീന്തി പെരുമാതുറ ഭാഗത്തെ പുലിമുട്ടിലെത്തിയെങ്കിലും പെട്ടെന്നുണ്ടായ ശക്തമായ തിരമാലയിൽപ്പെട്ട് ഇരുവരെയും കാണാതായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടലിൽ ഇറങ്ങുന്ന ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ജീവൻ തിരികെ കിട്ടുമോ എന്ന ആശങ്കയുടെ പേരാണിന്ന് മുതലപ്പുഴി. പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന അപകടങ്ങളിൽ ഇതിനോടകം 80-ലധികം ജീവനുകളാണ് പൊലിഞ്ഞത്. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ആവർത്തിക്കപ്പെട്ടു. എന്നാൽ തുടരുന്ന അപകടങ്ങൾക്ക് മാത്രം പരിഹാരമായില്ല. മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകുന്ന ഓരോ ദിവസവും ജീവൻ പണയം വെച്ചുള്ള യാത്രയാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക്. തുറമുഖത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്ന് വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. അഞ്ചുതെങ്ങ് മുതലപ്പുഴി തീരമേഖലയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ സമഗ്രമായ ശാസ്ത്രീയ പഠനവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശാശ്വത പരിഹാരവും വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ട്. വിവിധ ഏജൻസികളുടെ പഠനങ്ങളും വിദഗ്ധ സമിതികളുടെ റിപ്പോർട്ടുകളും ചർച്ചകളും നടന്നിട്ടും അപകടങ്ങൾക്ക് അറുതി വരുത്തുന്ന നടപടികൾ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണത്തിലുണ്ടായ പ്രശ്നമാണ് ഈ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുതലപ്പുഴയുടെ അവിടെ ഈ സൈഡിലുള്ള പുലിമുട്ടുകളുടെ തന്നെ നീളം കൂട്ടി, ഇതിൻ്റെ വീതി കൂട്ടി, ആഴവും കൂട്ടേണ്ടതാണ്. ഒരു 4 മീറ്റർ താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുഖത്ത് 4 മീറ്റർ താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ അപകടരഹിതമായിട്ട് യാനങ്ങൾക്ക് പോകുകയും വരികയും ചെയ്യാം. ഓരോ അപകടവും ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടമാകുന്നതിന്റെ വേദനയാണ്. ഓരോ മരണത്തിനും പിന്നാലെ പ്രതിഷേധങ്ങളും വാഗ്ദാനങ്ങളും ആവർത്തിക്കുമ്പോഴും ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാം പഴയപടിയാകുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു ജീവൻ കൂടി നഷ്ടമാകുന്നതിന് മുമ്പ് മുതലപ്പുഴയ്ക്ക് ശാശ്വതവും ശാസ്ത്രീയവുമായ പരിഹാരം നടപ്പാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇത് ഇനിയും ഇത് ഉണ്ടാവാതിരിക്കാൻ ഇതിനുള്ള സ്ഥിരം സംവിധാനം, ഇത് മണ്ണ് ട്രഡ്ജിങ് സ്ഥിരം സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചുവാൾ തത്സമയം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ല പരിശീലനമുള്ള മുങ്ങൽ വിദഗ്ധർ ഇവിടെ ഗവൺമെൻറ് പ്രത്യേകം നിയമിച്ചാൽ ഇത്തരത്തിലുള്ള പല മത്സ്യത്തൊഴിലാളികളെയും ജീവൻ ചിലപ്പോൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. മുതലപ്പുഴി പഠനങ്ങളിലൊതുങ്ങാതെ അടിയന്തരവും ശാശ്വതവുമായ പരിഹാരം നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അനേകം ജീവനുകൾ വിഴുങ്ങിയ ഈ അപകട മേഖലയെ സുരക്ഷിതമാക്കാൻ വർഷങ്ങളായി പഠനങ്ങളും ചർച്ചകളും വാഗ്ദാനങ്ങളും നടന്നെങ്കിലും ഇന്നും ശാശ്വതമായൊരു പരിഹാരം യാഥാർത്ഥ്യമായിട്ടില്ല. ഓരോ അപകടങ്ങളും വീണ്ടും വീണ്ടും ഉയർത്തുന്നത് ഒരേ ചോദ്യമാണ്: ഇനി എന്നാണ് മുതലപ്പുഴയ്ക്കൊരു പരിഹാരമാകുക? ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഞ്ചേശ്വരം ഉപ്പളക്കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണത്തിൽ വീട് തകർന്നു. പ്രദേശത്തെ മറ്റു 3 വീടുകൾ കൂടി ഏത് സമയവും തകർന്നു വീഴാകുന്ന നിലയിലാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ 1 ഏക്കറോളം വരുന്ന സ്ഥലവും കടലിലായി.
ഉപ്പളക്കടപ്പുറത്തെ കടലേറ്റത്തിന്റെ കാഴ്ചകൾ നെഞ്ചിടിപ്പുയർത്തും. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ശക്തമായ തിരയിടിച്ചിലാണ് ഉപ്പളക്കടപ്പുറം ശാരദാ നഗറിൽ മത്സ്യത്തൊഴിലാളിയുടെ വീട് തകർന്നത്. അതിന് സമീപത്തായുള്ള മറ്റ് 3 വീടുകളുടെ പിറകുവശം വരെ എത്തിയിരിക്കുകയാണ്. തിരമാലകൾ ഏത് സമയവും വീടുകൾ തകരാവുന്ന അവസ്ഥയിലാണ്. ഒരു വീട് തകർന്ന് 4-5 വീടുണ്ട്. വീടുള്ള ഇടക്ക് പോണത് തെങ്ങിന്റെ മരം കുറെ എല്ലാം പോയി വീണിട്ടുണ്ട്. ഒരു 10 വീടുണ്ട്. ഇപ്പോൾ 2 വീട് ആതങ്കത്തിലുണ്ട്. എന്തെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നാന്നിട്ട് തുടങ്ങി ഞങ്ങളുടെ ഒരു 10 തെങ്ങിന്റെ തൈ പോയി. ഇവർക്കും 10 തെങ്ങിന്റെ തൈ പോയി. നിരവധി തെങ്ങുകൾ കടപുഴകി വീണ പ്രദേശത്ത് സുരക്ഷാ ഭാഗമായി കൊണ്ടിട്ട വലിയ കരിങ്കല്ലുകളെല്ലാം തിരയടിയിൽ തകർന്നുപോയി. 50 മീറ്ററിലധികം കടൽ കരകയറിയ ഉപ്പള ശാരദാ നഗറിൽ വിവിധ കുടുംബങ്ങളുടേതായി 1 ഏക്കറോളം സ്ഥലവും കടലിന്റെ ഭാഗമായ നിലയിലാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. മഴക്കെടുതിയിൽ 8 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10 വീടുകൾ പൂർണ്ണമായും 107 വീടുകൾ ഭാഗികമായും തകർന്നുവെന്നും ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രിയും ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രിയും അറിയിച്ചു. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലയിടങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ വീണ്ടും മഴ ശക്തിപ്പെട്ടേക്കും. കടൽ അതീവ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്നും വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും കന്നുകാലി നഷ്ടമായവർക്കും പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും സർക്കാർ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നതിനാൽ നാളെ 10 ജില്ലകൾക്ക് അവധി. പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, ഇടുക്കി, കോട്ടയം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമല്ല. സംസ്ഥാനത്തുണ്ടായ കാലവർഷക്കെടുതിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ ഗുരുതര പാളിച്ചയുണ്ടായി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോഴേക്കും പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. മഴക്കെടുതിയിൽ മാധ്യമപ്രവർത്തകരോട് പോലും മുഖ്യമന്ത്രി നിസ്സഹകരണ സമീപനം സ്വീകരിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തുന്നു. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജനങ്ങൾ പ്രാണഭയത്തിലെന്നും വിമർശനം. മുഖ്യമന്ത്രി ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ തയ്യാറാകണമെന്നും CPM ആവശ്യപ്പെട്ടു. വടക്കേ ഇന്ത്യയിലും കനത്ത മഴയാണ്. മൺസൂൺ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ബംഗാൾ തീരത്ത് തുടർച്ചയായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദപാത്തികൾ ശക്തി പ്രാപിക്കുന്നതാണ് കനത്ത മഴ പെയ്യുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കൊങ്കൺ തീരങ്ങളിൽ വ്യാപക മഴയാണ്. ഓഗസ്റ്റ് 5 വരെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഛത്തീസ്ഗഡിൽ പ്രളയക്കെടുതി രൂക്ഷമാണ്. 50ഓളം വീടുകൾ തകർന്നു. അസമിൽ പ്രളയക്കെടുതിയിൽ മരണം 82ആയി. ജന്തർ മന്ദിറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ അട്ടിമറി നടത്താൻ ശ്രമിച്ചതായി റിപ്പോർട്ട്. ബംഗാളിൽ പിടിയിലായ ജെയ്ഷെ ഭീകരൻ ഹമീം മണ്ഡലിൽ നിന്നുമാണ് നിർണായക വിവരം ലഭിച്ചത്. പോലീസ് വേഷത്തിൽ ജന്തർ മന്ദിറിൽ എത്തി അട്ടിമറി നീക്കം നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. വ്യാജ വിവരങ്ങളും അക്രമത്തിന്
പ്രേരിപ്പിക്കുന്ന പോസ്റ്റുകളും പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരം അട്ടിമറിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ഗൂഢാലോചന നടത്തിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് വേഷത്തിൽ ജന്തർ മന്ദിറിലെത്തി പ്രശ്നം സൃഷ്ടിക്കാനായിരുന്നു നീക്കം. പശ്ചിമബംഗാൾ പോലീസിന്റെ STF പിടികൂടിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഹമീം മണ്ഡലിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഹമീം മണ്ഡലിന് പാകിസ്ഥാൻ ഭീകരൻ ഷഹസാദ് ഭട്ടി സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായി STF ജനറൽ ഗൗരവ് ശർമ്മ അറിയിച്ചു. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെയും ഭീകരർ ലക്ഷ്യമിട്ടതായി പോലീസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പരിപാടികളും സുരക്ഷാ വിവരങ്ങളും നിരീക്ഷിച്ചറിയിക്കാനും ഹമീം മണ്ഡലിന് നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഹമീമിൽ നിന്നും ജെയ്ഷെ മുഹമ്മദ് ചാരന്മാരുടെ വിവരങ്ങൾ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഹമീമിന്റെ കാമുകി അർപ്പിത സർക്കാർ വെള്ളിയാഴ്ച ജാർഖണ്ഡിൽ നിന്നും പിടിയിലായിരുന്നു. അതേസമയം പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളും പ്രകോപനപരമായ വിവരങ്ങളും പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സുരക്ഷാ സേന വിശദമായി പരിശോധിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലഹരിക്കെതിരെ ദേശീയ തലത്തിൽ യുവജന മുന്നേറ്റ പദ്ധതിയായ നശാമുക്ത് യുവ 4 വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഹരി കേവലം ശരീരത്തെ മാത്രമല്ല കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നങ്ങൾ തകർക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ ആത്മീയ ഗുരുക്കളുടെ ആശീർവാദത്തോടെ രാജ്യത്തെ ലഹരി മുക്തമാക്കാൻ കഴിയുമെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നശാമുക്ത് യുവ 4 വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് തുടക്കമായത്. ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും യുവാക്കളെ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ അംബാസഡർമാരാക്കി മാറ്റുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള യുവത്വം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരി കേവലം ഒരാളുടെ ശരീരത്തെ മാത്രമല്ല കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നങ്ങൾ തകർക്കും. ലഹരി ഉപേക്ഷിച്ചു വരുന്നവർക്ക് പിന്തുണയും അവസരവും നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ के लिए नशा मुक्त युवा इस मूवमेंट का नाम ही इसके संकल्प को स्पष्ट करता है. ആരോഗ്യമുള്ള ജനത ശക്തമായ സമൂഹവും രാജ്യവും കെട്ടിപ്പടുക്കുമെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. അമ്മ ഉൾപ്പെടെ ആത്മീയ ഗുരുക്കളുടെ ആശീർവാദത്തോടെ രാജ്യത്തെ ലഹരി മുക്തമാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. आध्यात्मिक संगठनों के गुरु जैसे माता अमृतानंदमयी मठ से पूजनीय अम्मा जी, आर्ट ऑफ लिविंग से पूज्य श्री श्री रविशंकर जी, हार्टफुलनेस से श्रद्धेय दाजी जी, अनेक स्पिरिचुअल ऑर्गेनाइजेशन के पूजनीय गुरुजन आपके बीच में उपस्थित थे. ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. क्योंकि दूसरी बाहर से जो क्षति पहुंचती है that you can overcome also, but ये जो आंतरिक क्षति जो समाज को और युवा वर्ग को खास तौर पे अगर वो ही इससे ग्रस्त हो जाए तो भविष्य क्या होगा. യുവജനകാര്യ മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ പല്ലവി ജെയിൻ ഗോവിൽ, അഡീഷണൽ സെക്രട്ടറി നിതേഷ് കുമാർ മിശ്ര, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് കുമാർ സിംഗ്, അമൃത ആശുപത്രിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലഹരി വിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത പദ്ധതിയുടെ ഭാഗമായി അമൃത ആശുപത്രിയും അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാമി ജയദാമൃത അമൃത വിശ്വവിദ്യാപീഠം അക്കാദമിക്സ് അസോസിയേറ്റ് പ്രൊവൈസ്റ്റും സ്കൂൾ ഓഫ് നാനോ സയൻസസ് ആൻഡ് മോളിക്കുലാർ മെഡിസിൻ ഡീനുമായ ഡോക്ടർ ശാന്തികുമാർ നായർ, അമൃത ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ധന്യ ചന്ദ്രൻ, സൈക്കാട്രി വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു മേനോൻ, അമൃത സ്കൂൾ ഓഫ് ഫാർമസി
സി പ്രിൻസിപ്പൽ ഡോക്ടർ സബിത എം, സ്കൂൾ ഓഫ് ബിസിനസ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജീവ് പ്രസാദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ദേശീയ പരിപാടിയുടെ തത്സമയ സംപ്രേഷണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും പങ്കാളികളായി. ഭാരതത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന നശാമുക്ത് ഭാരത് ക്യാമ്പയിനിൽ എടപ്പാൾ കുറ്റിപ്പാല അമൃതാനന്ദമയി മഠവും പങ്കാളിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന വലിയ സ്ക്രീനിലൂടെ കണ്ട് ലഹരി വിമുക്ത പ്രതിജ്ഞയും എടുത്താണ് കുട്ടികളടക്കമുള്ള ഭക്തർ ക്യാമ്പയിനിൽ നിന്നും പങ്കാളികളായത്. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയം ഭാരതത്തിലെ വിവിധ സംഘടനകളുടെ സഹകരണത്തോടുകൂടിയാണ് നശാമുക്ത് ഭാരത് എന്ന ലഹരി വിരുദ്ധ ദേശീയ ക്യാമ്പയിൻ നടത്തുന്നത്. എടപ്പാൾ കുറ്റിപ്പാല ശ്രീ മാതാ അമൃതാനന്ദമയി മഠവും ക്യാമ്പയിനിൽ പങ്കാളികളായി. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന വലിയ സ്ക്രീനിൽ ആശ്രമത്തിൽ സംപ്രേഷണം ചെയ്തു. താനൂർ മാതാ അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ നേതൃത്വത്തിലായിരുന്നു കുറ്റിപ്പാല ആശ്രമത്തിൽ പരിപാടികൾ നടന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടതിനു ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. ഒരു തരത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിനായി ദോഷകരമോ ലഹരി ഉണ്ടാക്കുന്നതോ ആയ ഒരു വസ്തുവും ഞാൻ ഉപയോഗിക്കില്ല. യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടാതെ ഭാരതത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണമെന്ന് സ്വാമിനി അതുല്യാമൃത പ്രാണ പറഞ്ഞു. എല്ലാ മക്കളും ശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. നമ്മുടെ അവരെ തിരിച്ചു നീക്കി സ്വർണ്ണ പാത്രങ്ങളാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ചാകുകയൊന്നുമില്ല. കണ്ണും മനസ്സും എല്ലാം എപ്പോഴും തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. കേന്ദ്ര യുവജനകാര്യ വകുപ്പും മാതാ അമൃതാനന്ദമയി മഠവും സംയുക്തമായി നടത്തിയ ലഹരി വിരുദ്ധ പ്രതിജ്ഞാ ക്യാമ്പയിന്റെ ഭാഗമായി മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കുട്ടികളും യുവാക്കളും അടങ്ങിയ ഭക്തർ ലഹരി ഉപയോഗത്തിനും പ്രവർത്തനങ്ങൾക്കുമെതിരെ പ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രിയുടെയും അമ്മയുടെയും ബോധവൽക്കരണ പ്രഭാഷണങ്ങളുടെ തത്സമയ വീഡിയോ കാണുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു. ഡോക്ടർ അശ്വതി ശശിധരൻ ലഹരി ഉപയോഗത്തിന്റെ കെടുതികൾ ശാസ്ത്രീയമായി വിശദീകരിച്ചു. സ്വാമിനി വരദാമൃത പ്രാണ നേതൃത്വം നൽകി.